നമസ്കാരം. കാർക്കടവ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2 വാഹനങ്ങളുടെ ലോഞ്ചുമായി ബന്ധപ്പെട്ട് തലസ്ഥാന നഗരിയിൽ എത്തിയിരിക്കുകയാണ് ഞാനിപ്പോൾ. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് കാർണിവൽ ലിമോസിനും അതുപോലെ തന്നെ കിയ ഇന്ത്യയുടെ ഫ്ലാഗ്ഷിപ്പ് ഇലക്ട്രിക് വാഹനം കിയ EV9-ഉമാണ്. വാഹനങ്ങളുടെ പ്രത്യേകതകൾ, അതായത് ഇതിൻ്റെ ഒരു ഫസ്റ്റ് ലുക്കാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ശരിക്കും 2 വാഹനങ്ങളുടെയും ഓരോ യൂണിറ്റ് മാത്രമേ ഇന്നിവിടെ ഡിസ്പ്ലേയിലുള്ളൂ. ഓരോ വാഹനത്തിന് ചുറ്റും 10-20 പേരാണുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ സ്വസ്ഥമായി ഈ വാഹനങ്ങളുടെ എല്ലാ കാര്യങ്ങളും പറയാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഇപ്പം കിയ EV9 നോക്കുകയാണെങ്കിലും ഇത് തന്നെയാണ് അവസ്ഥ. അപ്പം ഈ വാഹനങ്ങളുടെ ഒരു ലഘുവായിട്ടുള്ള ഒരു സംക്ഷിപ്തം മാത്രമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്താണ് ഈ വാഹനത്തിൻ്റെ വില, അല്ലെങ്കിൽ കൂടുതലായി വന്നിരിക്കുന്ന ഫീച്ചേഴ്സ്, ഇത്തരം കാര്യങ്ങൾ മാത്രമേ ഇന്ന് ഉൾപ്പെടുത്തുന്നുള്ളൂ. 2020-ൽ ഇന്ത്യൻ വാഹന ലോകത്തേക്ക് വന്ന കാർണിവൽ ലിമോസിൻ 2023-ൽ അവർ ഇവിടെ ഡിസ്കണ്ടിന്യൂ ചെയ്തു എന്ന് ഞാൻ പറഞ്ഞു. 2024-ൽ അവർ അവതരിപ്പിച്ചിരിക്കുകയാണ്. ഈ വാഹനം ഇന്ന് അവതരിപ്പിച്ചിരിക്കുന്നത് ഇതിൻ്റെ ഒരു എക്സ് ഷോറൂം പ്രൈസ് 64 ലക്ഷം രൂപയാണ്. അപ്പോൾ ഒറ്റയൊരു എൻജിൻ ഓപ്ഷനിൽ മാത്രമാണ് ഇന്ത്യയിൽ ഈ വാഹനം എത്തുന്നത്. ഇന്ത്യക്ക് പുറത്ത് 3 എൻജിൻ ഓപ്ഷനിൽ ഈ വാഹനം വരുന്നുണ്ട്. 2.2 ലിറ്റർ ഡീസൽ പതിപ്പിൽ, അതായത് 8 സ്പീഡ് ഓട്ടോമാറ്റിക് പതിപ്പിലാണ് ഈ വാഹനം ഇന്ത്യൻ വാഹന ലോകത്തേക്ക് എത്തുന്നത്. അതേപോലെ തന്നെ EV9 അവരുടെ ഒരു ഫ്ലാഗ്ഷിപ്പ് മോഡലാണ്, ഇലക്ട്രിക് വാഹനമാണ്. ഇത് ശരിക്കും 5.5 സെക്കൻഡ് കൊണ്ട് 0-ൽ നിന്ന് 100 കിലോമീറ്റർ സ്പീഡിലേക്കൊക്കെ എത്തും. ഇതിനകത്തേക്ക് ഒരുപാട് സുരക്ഷാ കാര്യങ്ങളൊക്കെ തന്നെയുണ്ട്. ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു വാഹനമാണ്. വെറും 5 വർഷം മാത്രമേ അവരിവിടെ ഉള്ളൂ എങ്കിലും കേട് വാഹനങ്ങളെല്ലാം ജനഹൃദയങ്ങളിൽ ആഴത്തിൽ പതിഞ്ഞ ഒരു ബ്രാൻഡാണ്. അപ്പോൾ ഈ 2 വാഹനങ്ങൾ കൂടി വരുന്നതോടുകൂടി ശരിക്കും ഇതിൻ്റെ ഒരു പോർട്ട്ഫോളിയോ, കിയ ഇന്ത്യയുടെ പോർട്ട്ഫോളിയോ വലുതാവുകയാണ്. കിയ കാർണിവൽ ഇന്ത്യയിൽ അവതരിപ്പിച്ച ശേഷം ഇതുവരെ 3550 യൂണിറ്റുകളാണ് വിറ്റത്. എന്നാൽ പുത്തൻ കിയ കാർണിവൽ വരുന്നു എന്നറിഞ്ഞ ശേഷം, അതായത് 2 ആഴ്ച മാത്രം മുൻപാണ് ഇതിൻ്റെ ബുക്കിംഗ് തുടങ്ങിയത്. ഇപ്പോൾ ഇതുവരെ 3786 ബുക്കിംഗ്സ് ആണ് കിയ കാർണിവലിൻ്റെ 4th ജനറേഷൻ, അതായത് നമ്മളിപ്പോൾ ഈ കാണുന്ന ഈ വാഹനത്തിന് നടന്നിരിക്കുന്നതെന്നാണ് ഇതിൻ്റെ ഒരു ഔദ്യോഗികമായ കണക്കുകൾ. സീറ്റർ കോൺഫിഗറേഷനിൽ ഇന്ത്യൻ വാഹന ലോകത്തേക്ക് എത്തിയിരിക്കുന്ന കാർണിവലിൻ്റെ ഡയറക്റ്റ് കോമ്പറ്റീറ്റർ ടൊയോട്ട ഹൈക്രോസ് ആണ്. അപ്പം ഈ വാഹനത്തിൻ്റെ വില നോക്കുകയാണെങ്കിൽ കംപ്ലീറ്റ്ലി ബിൽറ്റപ്പ് യൂണിറ്റ് ആയിട്ട് എത്തുന്ന കാർണിവലിൻ്റെ വില വളരെ അധികം കൂടുതലായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഫസ്റ്റ് അതിൻ്റെ ഒരു ഇനിഷ്യൽ സ്റ്റേജിൽ 4th ജനറേഷൻ കാർണിവൽ ഇന്ത്യൻ വാഹന ലോകത്തേക്ക് എത്തുന്നത് കംപ്ലീറ്റ് ബിൽറ്റപ്പ് യൂണിറ്റ് ആണെങ്കിലും പിന്നീട് ഇവിടെ കൊണ്ടുവന്ന് അസംബിൾ ചെയ്യും എന്നാണ് നിർമ്മാതാക്കൾ പറയുന്നത്. അപ്പോൾ അതിൻ്റെ വില ഇനിയും കുറയും എന്ന് തന്നെ അറിയാം. എന്തായാലും കിയ ഇന്ത്യയുടെ വാഹന ശ്രേണികൾക്കെല്ലാം ഇവിടെ വലിയ ഡിമാൻഡാണുള്ളത്. റോഡിൽ ഇറങ്ങിയാൽ തന്നെ ഇത്രയധികം വാഹനങ്ങൾ കിയയെ അത്രയധികം സ്നേഹിക്കുന്നത്, അതായത് കുറഞ്ഞ കാലം കൊണ്ട് ഏറ്റവും അധികം യൂണിറ്റുകൾ വിറ്റ ഏറ്റവും യങ്ങസ്റ്റ് ഒറിജിനൽ എക്യുപ്മെൻറ്റ് മാനുഫാക്ചറാണ് കിയ ഇന്ത്യ എന്ന് പറയാം. അവരുടെ കണക്കുകൾ പ്രകാരം അത്ര വേഗത്തിലുള്ള ഒരു വളർച്ചയാണ് ഈ സൗത്ത് കൊറിയൻ ബ്രാഞ്ചിന് ഇന്ത്യയിലുള്ളത്. കിയ വാഹനങ്ങളുടെ സിഗ്നേച്ചർ എലിമെൻ്റാണ് ടൈഗർ നോസ് ഗ്രിൽ. ഇറങ്ങിയ അന്നു മുതൽ വളരെ ഹിറ്റായ ഒരു സംഗതി തന്നെയാണത്. അപ്പോൾ കാർണിവലിൻ്റെ കാര്യത്തിലാണെങ്കിലും ബ്ലാക്കും ക്രോമും കൂടി ഇടകലർന്ന ഗ്രില്ലാണ് അവർ നൽകിയിരിക്കുന്നത്. മറ്റൊരു വിശേഷപ്പെട്ട സംഗതി എന്ന് പറഞ്ഞാൽ അതിൻ്റെ LED റിയർ കോമ്പിനേഷൻ ലാമ്പുകളാണ്. അതുപോലെ തന്നെ സ്മാർട്ട് പവർ ടെയിൽ ഗേറ്റാണ് വാഹനത്തിലേക്ക് വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ സ്ലൈഡിംഗ് ഡോറുകളാണ്. ഇതിൽ ശരിക്കും 1 ടച്ച് കൊണ്ട് തന്നെ സ്ലൈഡ് ചെയ്യാൻ പറ്റുന്ന പവർ സ്ലൈഡിംഗ് ഡോറുകളാണ് മറ്റൊരു പ്രത്യേകത. കാർണിവൽ ലിമോസിൻ്റെ ഇൻറ്റീരിയർ എത്രത്തോളം ലക്ഷറിയസ് ആണെന്ന് നോക്കുക. ശരിക്കും 64 ലക്ഷം രൂപ എക്സ് ഷോറൂം പ്രൈസിൽ വരുന്ന ഒരു പ്രീമിയം MPV ലക്ഷറി വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ തന്നെയും കസ്റ്റമേഴ്സ് ആഗ്രഹിക്കും. അതിന് തക്കതായിട്ടുള്ള കംഫർട്ട് ഫീച്ചേഴ്സും ഇൻറ്റീരിയർ ലക്ഷറിയും അവർ തീർച്ചയായിട്ടും നൽകിയിട്ടുണ്ടെന്ന് പറയണം. 12.3 ഇഞ്ച് വലിപ്പത്തിലുള്ള ഹൈ ഡെഫിനിഷൻ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം, അതുപോലെ തന്നെ 11.2 വലിപ്പത്തിലുള്ള ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ഒക്കെ തന്നെ വന്നിരിക്കുന്നു.
അതുപോലെ തന്നെ 11 ഇഞ്ച് വലുപ്പത്തിലുള്ള ഹെഡ് അപ്പ് ഡിസ്പ്ലേ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ സെൻട്രൽ കൺസോൾ ആണെങ്കിലും റിച്ച് ആണ്. 2 കപ്പ് ഹോൾഡേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട്. റോട്ടറി നോബ് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ വയർലെസ് ചാർജിങ് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഡാഷ്ബോർഡ് ആണെങ്കിലും ഒരു പ്രീമിയം ക്വാളിറ്റിയാണ്. അതേപോലെ 8 രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന പവർ സീറ്റുകളാണ്. ശരിക്കും വെന്റിലേറ്റഡ് ആണ് സീറ്റുകൾ. അപ്പം ലംബാർഡ് സപ്പോർട്ട് ആണെങ്കിലും തൈ സപ്പോർട്ട് ആണെങ്കിലും ഇഷ്ടം പോലെ വന്നിരിക്കുന്നു. ശരിക്കും ഡ്യുവൽ പെയിൻ സൺറൂഫ് ആണ് ഇതിനകത്തേക്ക് വന്നിരിക്കുന്നത്. പവർ അഡ്ജസ്റ്റഡ് ആണ്. വളരെ വിശാലമായ ഇലക്ട്രിക് സൺറൂഫ്, അതായത് ഡ്യുവൽ സൺറൂഫാണ് കിയ കാർണിവലിന് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഫസ്റ്റ് റോക്കാർക്കും അതിൽ സെക്കൻഡ് റോ തേർഡ് റോക്കാർക്കൊക്കെ അവരുടെ സൗകര്യത്തിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് പോലെ ഡ്യുവൽ സൺറൂഫാണ് കിയ കാർണിവലിന് കൊടുത്തിരിക്കുന്നത്. ശരിക്കും ഇതിൻ്റെ ഇൻറ്റീരിയർ ഭയങ്കരമായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇന്ത്യയിലേക്ക് ഈ വാഹനം എത്തുന്നത് 2 കളറിൽ, എക്സ്റ്റീരിയർ കളറിലാണ്, വൈറ്റിലും അതുപോലെ തന്നെ ബ്ലാക്കിലുമാണ്. എന്തായാലും ഇതിൻ്റെ ഫസ്റ്റ് റോ ഇഷ്ടമായി. കൂടുതൽ കാര്യങ്ങളൊന്നും ജസ്റ്റ് ഒരു ഫസ്റ്റ് ലുക്ക് മാത്രമാണ്. ഇതിനകത്തേക്ക് 9 ബോസിൻ്റെ സൗണ്ട് സിസ്റ്റം ഒക്കെ വന്നിട്ടുണ്ട്. ഡോർ പാനൽസ് ഒക്കെ വളരെ പ്രീമിയമാണ്. ഇവിടെയാണ് ഗ്ലോസി ബ്ലാക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഡാഷ്ബോർഡ് ഡിസൈൻ ഒരു രക്ഷയുമില്ല. അതേപോലെ തന്നെ 3 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റിയറിംഗ് കൺട്രോൾസ് ഒക്കെ ഉണ്ട്. ഇത് ശരിക്കും 8 സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിലുള്ള വാഹനമാണ്. 6 and 7 സീറ്റർ വാഹനങ്ങളുടെ എല്ലാം സെക്കൻഡ് റോ തേർഡ് റോയിലേക്കൊക്കെ ഉള്ള ഒരു എൻട്രി വളരെ ചടങ്ങുകളാണ്. എന്നാൽ കാർണിവൽ ലിമോസിനിൽ വളരെ ഈസി ആയിട്ട് ജസ്റ്റ് ഒരു പവർ സ്ലൈഡിംഗ് സെക്കൻഡ് റോ എൻട്രിയാണ്. എത്ര ഈസി ആയിട്ടാണ് ഈ വാഹനത്തിൻ്റെ ഡോറുകൾ അതിൻ്റെ ഒരു യാത്രക്കാർക്ക് വേണ്ടിയിട്ട് തെന്നി മാറുന്നതെന്ന് നോക്കുക. അതുതന്നെയാണ് കാർണിവൽ ലിമോസിൻ്റെ ഏറ്റവും ഒരു വലിയ ഹൈലൈറ്റ്. അതുപോലെ തന്നെ സെക്കൻഡ് റോ ബോസ് സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു സെക്കൻഡ് റോയിൽ സാധാരണ ഇരിക്കുന്നതെല്ലാം തന്നെ ഈ വാഹനത്തിൻ്റെ ഉടമകളായിരിക്കും. അപ്പോൾ എത്രത്തോളം കംഫർട്ടിൽ എത്രത്തോളം ലക്ഷറിയിൽ ഇരിക്കാൻ അവർക്ക് പാകമാകുന്ന രീതിയിൽ തന്നെ ഇത് ചെയ്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഇതിന് വെന്റിലേറ്റഡ് സീറ്റാണ്. അതുപോലെ തന്നെ ഹീറ്റിംഗ് ഫംഗ്ഷൻ ഉണ്ട്. അതേപോലെ തന്നെ ലെഗ് റൂം അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ബട്ടൺസ് ഉണ്ട്. എങ്ങനെയൊക്കെ വേണമെങ്കിലും ഈ സീറ്റുകൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന രീതിയിലാണ് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ തേർഡ് റോയിലേക്കും എൻട്രി വളരെ സാധ്യമാണ്. വീണ്ടും ഇത് ക്ലോസ് ചെയ്യണമെങ്കിലും ജസ്റ്റ് സ്ലൈഡിങ് ഒരു രീതിയിലേക്ക് ഇത് പോകും. എന്തായാലും ഇതിൻ്റെ ഒരു ഷോറൂം പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 64 ലക്ഷം രൂപയാണ്. അത്രയ്ക്കും പ്രീമിയം ഫീച്ചേഴ്സ് ഇതിനകത്തേക്കുണ്ട്. ഇത് ശരിക്കും 4th ജനറേഷൻ കാർണിവലാണ്. നേരത്തെയുള്ള വാഹനങ്ങൾ, അതായത് ഇവിടെ ഡിസ്കണ്ടിന്യൂ ചെയ്ത വാഹനത്തേക്കാൾ വില കൂടിയിരിക്കുകയാണ്. 4th ജനറേഷൻ കാർണിവലിൻ്റെ പിന്നിര സീറ്റുകളിൽ ഒരെണ്ണം ഫോൾഡ് ചെയ്ത ശേഷം ഞാൻ അവിടെ ഇരിക്കുകയാണ്. ശരിക്കും സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വാഹനം. ഇതിൻ്റെ ഡയമെൻഷനെ കുറിച്ചിട്ട് ഞാൻ വോയിസ് ഓവറിൽ കൃത്യമായിട്ട് പറയാം. എന്തായാലും തേർഡ് റോ ഒട്ടും തന്നെ ഇടുങ്ങിയതല്ല. ഈ 2 സീറ്റുകളും ഇതുപോലെ തന്നെ നമുക്ക് ചരിച്ചിട്ടിട്ട് ബൂട്ട് സ്പേസ് ആയിട്ടൊക്കെ ഉപയോഗിക്കാം. എന്തായാലും ഇൻറ്റീരിയറിൽ ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട്. എല്ലാവിധ ലക്ഷറിയും കുത്തി നിറച്ച ഒരു വാഹനമാണെന്ന് തീർച്ചയായിട്ടും പറയാൻ പറ്റും. ഇവിടെ ഒരു ചാർജിങ് സോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ലിഡ് മാറ്റുമ്പോൾ നമുക്ക് ഈ വാഹനത്തിൻ്റെ ടൂൾ കിറ്റ് എല്ലാം ഇവിടെയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഒരു പവർ 193 HP ആണ്. അതുപോലെ തന്നെ ടോർക്ക് 441 ന്യൂട്ടൺ മീറ്റർ ആണ്. വളരെ കരുത്തനായിട്ടുള്ള ഒരു വാഹനം. 2.2 ലിറ്റർ ഡീസൽ പതിപ്പിലെത്തുന്ന 8 സ്പീഡ് ഓട്ടോമാറ്റിക് വാഹനത്തിൻ്റെ ടെസ്റ്റ് ഡ്രൈവ് വിശേഷങ്ങൾ തൊട്ടടുത്ത ആഴ്ചകളിൽ തന്നെ നിങ്ങളുമായി പങ്കിടാം എന്ന് കരുതുന്നു. ഇതിൻ്റെ ഒരു ലോഞ്ചാണ്. ജസ്റ്റ് ഒരു ഫസ്റ്റ് ലുക്കാണ്. ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമാണ്, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഓട്ടോമാറ്റിക് വാഹനത്തിലേക്ക് പാഡിൽ ഷിഫ്റ്റർ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മൾട്ടിപ്പിൾ ഡ്രൈവ് മോഡ്സ് എത്തിയിട്ടുണ്ട്. ഓട്ടോ ഹോൾഡ് സംവിധാനം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഷിഫ്റ്റ് ബൈ വയർ ടെക്നോളജി എത്തിയിട്ടുണ്ട്. ഹൈ സ്ട്രെങ്ത് സ്റ്റീൽ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഈ വാഹനത്തിലേക്ക് അഡാസ് ലെവൽ 2 സൗകര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അതായത് 23 ആക്റ്റീവ് അഡാസ് ലെവൽ സൗകര്യങ്ങളാണ് ഈ വാഹനത്തിലേക്ക് വന്നിരിക്കുന്നത്. ഇതിനകത്തേക്ക് 9 എയർ ബാഗുകൾ വന്നിട്ടുണ്ട്. EV9 എത്തുന്നത് 10 എയർ ബാഗുകളാണ്. അപ്പോൾ എല്ലാ അർത്ഥത്തിലും സുരക്ഷിതമാണ് ഈ വാഹനം. അതേപോലെ തന്നെ ഈ വാഹനത്തിന് 3 വർഷത്തെ വാറണ്ടി ഉണ്ട്. അതായത് 3 വർഷത്തെ മെയിൻ്റനൻസ് ഫ്രീ, 3 വർഷത്തെ റോഡ് സൈഡ് അസിസ്റ്റൻസ് ഫ്രീ, അതുപോലെ തന്നെ 3 വർഷത്തെ വാറണ്ടിയും ഫ്രീ ആണ്. ടെക്നോളജിയുടെ കാര്യം പറയുകയാണെങ്കിൽ കിയ കണക്റ്റ് ആപ്പ് 2.0 ഇതിനകത്തേക്ക് വന്നിരിക്കുന്നു. ഒരുപാട് കണക്ടിവിറ്റി ഫീച്ചേഴ്സ് ഇതിനകത്തേക്കുണ്ട്. 80-ലധികം ഫീച്ചേഴ്സാണ് വരുന്നത്. അപ്പോൾ ഫീച്ചർ റിച്ച് ആണ്, കംഫർട്ട് റിച്ച് ആണ് ഈ വാഹനം എന്ന് തീർച്ചയായിട്ടും പറയാൻ പറ്റും. ഒറ്റ കാഴ്ചയിൽ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഡിസൈൻ മികവാണ് കിയ വാഹനങ്ങളുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയും. ഇപ്പോൾ നമ്മൾ കിയ EV9 അവരുടെ ഫ്ലാഗ്ഷിപ്പ് മോഡലായ ഇലക്ട്രിക് വാഹനം EV9 ഒറ്റ കാഴ്ചയിൽ ആരെയും മനം മയക്കുന്ന അല്ലെങ്കിൽ മോഹിപ്പിക്കുന്ന ഒരു ഡിസൈൻ മികവോട് കൂടിയിട്ടാണ് വന്നിരിക്കുന്നത്. കിയ
ഡിസൈൻ 2.0 ഈ വാഹനവും എത്തുന്നത്. അപ്പോൾ ഈ വാഹനം നോർത്ത് അമേരിക്കൻ കാർ ഓഫ് ദ ഇയർ, UK കാർ ഓഫ് ദ ഇയർ, വേൾഡ് കാർ ഓഫ് ദ ഇയർ എന്നൊക്കെയുള്ള ബഹുമതികൾ നേടിയ വാഹനമാണ്. യൂറോ എൻക്യാപ്പിലും ഒക്കെ തന്നെ സേഫ്റ്റിയിൽ 5 സ്റ്റാർ റേറ്റിംഗ് നേടിയ വാഹനമാണ്. ശരിക്കും ഇതിൻ്റെ ഒരു സൗന്ദര്യവും ഇതിൻ്റെ ഒരു കേപ്പബിലിറ്റിയും ഇതൊക്കെ തന്നെയാണ് ഇത് ഈ വേൾഡ് കാർ ഓഫ് ദ ഇയർ അവാർഡിനൊക്കെ ഈ EV9 പ്രാപ്തനാക്കിയതെന്ന് പറയാം. ഒറ്റ കാഴ്ചയിൽ ഒരുപാട് പ്രത്യേകതകൾ. ഈ വാഹനത്തിൻ്റെ ഉള്ളിലേക്കൊന്നും കടക്കാൻ പോലും പറ്റിയിട്ടില്ല, അത്രയ്ക്കും തിരക്കാണ്. ഈ വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് 198 mm ആണ്. അപ്പം ശരിക്കും 561 കിലോമീറ്റർ റേഞ്ചാണ് വാഹന നിർമ്മാതാക്കൾ പറയുന്നത്. 99 kWh ബാറ്ററി നൽകുന്നതാണ് 561 കിലോമീറ്റർ റേഞ്ച്. അപ്പം ഇതിൻ്റെ ഒരു മോട്ടറിൻ്റെ പവർ 283 kW ആണ് ഇതിൻ്റെ പവർ. അതിൻ്റെ ടോർക്ക് 700 Nm ആണ്. പിന്നെ വെഹിക്കിൾ ടു എവറിത്തിങ് എന്ന് പറയുന്ന സംവിധാനം ഇതിനകത്തേക്കുണ്ട്. കാരണം അത്രയ്ക്കും പവർഫുള്ളായിട്ടുള്ള പിന്നെ ബാറ്ററിയൊക്കെ തന്നെയാണ് ഇതിനകത്തേക്കുള്ളത്. അപ്പം നമുക്ക് ഹോം ടു കാർ സൗകര്യങ്ങൾ, ഹോം ടു അപ്ലയൻസസ് എല്ലാം തന്നെ ഇതിനകത്തേക്ക് സാധ്യമാകും. ഇതിനകത്ത് ക്യാപ്റ്റൻ സീറ്റ്, രണ്ടാം നിര സീറ്റുകളൊക്കെ തന്നെ മസാജിങ് സൗകര്യത്തോട് കൂടിയിട്ടുള്ളതാണ്. ഇതിനകത്ത് ഡ്യുവൽ സൺറൂഫാണ് വന്നിരിക്കുന്നത്. 10 എയർ ബാഗുകളാണ് കിയ EV9 എത്തുന്നത്. 24 മിനിറ്റ് കൊണ്ട് 10 മുതൽ 80% ചാർജിങ് സാധ്യമാകുന്ന ഒരു വാഹനം കൂടിയാണിത്. എർഗോ മോഷൻ സീറ്റുകളാണ് ഈ വാഹനത്തിലേക്ക് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ സെക്കൻഡ് റോ, പിന്നെ അതിനകത്തേക്കൊരു ഷെൽഫ് സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള ഒരു സെക്കൻഡ് റോയാണ് ഇതിനകത്തേക്ക് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ റിയർ വ്യൂ ക്യാമറ കൺട്രോൾ ഈ വാഹനത്തിലേക്ക് വന്നിട്ടുണ്ട്. 20 ഇഞ്ച് വലുപ്പത്തിലുള്ള അലോയ് വീലാണ് കിയ EV9 എത്തിയിരിക്കുന്നത്. മൊത്തത്തിൽ വലിയ ഒരു വാഹനം. 1,30,00,000 രൂപ ഷോറൂം പ്രൈസാണ്. കയ്യിലെത്തുമ്പോൾ എത്ര രൂപയാകും എന്ന് തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാകും. അതുപോലെ തന്നെ കംപ്ലീറ്റ്ലി ബിൽറ്റപ്പ് യൂണിറ്റ് ആയിട്ടാണ് ഈ ഒരു ഫ്ലാഗ്ഷിപ്പ് മോഡൽ ഇന്ത്യയിൽ എത്തുന്നത്. അപ്പോൾ കിയ ഇന്ത്യയുടെ പോർട്ട്ഫോളിയോയിലെ മറ്റൊരു മികച്ച ചോയ്സാണ് കിയ EV9 എന്ന് തീർച്ചയായിട്ടും നമുക്ക് പറയാം. അപ്പോൾ വാഹനത്തിൻ്റെ ഡ്രൈവിംഗ് അനുഭവങ്ങൾ മറ്റൊരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും.